ഓം ശ്രീ സായിറാം. എല്ലാവർക്കും നമസ്കാരം. അപരോക്ഷ അനുഭൂതി തുടർന്ന് നോക്കാം. ശ്രീഹരിം പരമാനന്ദം ഉപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനാം കാരണം തം നമാമ്യഹം. കഴിഞ്ഞ ദിവസം നമ്മൾ 68ാമത്തെ ശ്ലോകമാണ് നോക്കിയത്. കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഇനി വീണ്ടും ജഗത് മിഥ്യ എന്നുള്ള ആ ഭാഗത്തിലേക്ക് ആചാര്യസ്വാമി വീണ്ടും നമ്മളെ കൊണ്ടുപോവുകയാണ്. അടുത്ത ശ്ലോകത്തിൽ നമുക്ക് തുടങ്ങാം. യഥൈവ മൃണ്മയ കുംഭഃ തദ്വദ്ദേഹോപി ചിന്മയഃ ആത്മാനാത്മവിഭാഗോയം മുധൈവ ക്രിയത്തെ ബുധൈഃ. യഥൈവ മൃണ്മയ കുംഭഃ തദ്വദ്ദേഹോപി ചിന്മയഃ ആത്മാനാത്മവിഭാഗോയം മുധൈവ ക്രിയതേ ബുധൈഃ. ഈ ശ്ലോകത്തില് പറയുന്നു, ഉള്ളത് ഒരേ ഒരു വസ്തു, ഒരേ ഒരു വസ്തുവേ ഉള്ളൂ. ഇവിടെ അദ്വൈതം ആണ് സത്യം, രണ്ടില്ല, ഒന്നേ ഉള്ളൂ. അദ്വൈതമാണ് സത്യം. അത് എപ്പോഴാണ് പറയാൻ പറ്റുക എന്നാൽ, കാണപ്പെടുന്ന രണ്ടാമതൊന്നിനെ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ അത് മിഥ്യ ആകുമ്പോൾ മാത്രമേ ഒന്നേ ഒന്നുള്ളൂ എന്ന് പറയാൻ പറ്റുള്ളൂ. ശരിയല്ലേ? വേറൊന്നിനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ രണ്ടുണ്ട്, അല്ലേ? രണ്ടാമത് കാണുന്നത് യാഥാർത്ഥ്യമാണെങ്കിൽ അവിടെ രണ്ടുണ്ട് എന്ന് വരും. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ ഈ കാണുന്നതൊന്നും യാഥാർത്ഥ്യമല്ല. ഏത്? വേദാന്തത്തിന്റെ വഴിയില്, ആത്മചിന്തയുടെ വഴിയിൽ നോക്കുമ്പോൾ. അപ്പൊ ആ രണ്ടാമത്തത് മിഥ്യ എന്ന് നമ്മളെ മനസ്സിലാക്കുമ്പോൾ അദ്വൈതം മാത്രമേ അവിടെ അവശേഷിക്കുള്ളൂ. അനുഭവിക്കപ്പെടുന്ന രണ്ടാമത്തെ വസ്തു മിഥ്യയായാലേ നമുക്ക് അദ്വൈതം സത്യമാണെന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും രണ്ടുണ്ട് രണ്ടുണ്ട് എന്നുള്ള തോന്നലിരിക്കും, അല്ലെ? കാണുന്നതെല്ലാം ഉണ്ട്, ഞാനും ഉണ്ട്, വേറെ വേറെയാണ് എല്ലാം. അങ്ങനെയാണല്ലോ ഇപ്പൊ. ഈശ്വരൻ ഒന്ന് വേറെ, നമ്മളൊന്ന് വേറെ, കാണപ്പെടുന്ന വസ്തു ഒന്ന് വേറെ, ഇങ്ങനെ എല്ലാം വേറെ വേറെയാണ്. ഇപ്പൊ നമുക്ക് എല്ലാം വേറെ വേറെയാണ്, പക്ഷെ എല്ലാം ഒന്നാണ്. അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അത് മനസ്സിലാകുമ്പോഴാണ് മോക്ഷാവസ്ഥ. ഒന്നേ ഉള്ളൂ, വേറൊന്നുമില്ല എന്ന് മനസ്സിലാകുമ്പോൾ. പക്ഷെ ഇപ്പൊ അത് മനസ്സിലാക്കാൻ പറ്റുമോ? അതിനാണ് പഠിക്കുന്നത്. പഠിച്ചുകൊണ്ടേ ഇരുന്നാൽ, കേട്ടുകൊണ്ടേ ഇരുന്നാൽ, വായിച്ചുകൊണ്ടേ ഇരുന്നാൽ, പതുക്കെ പതുക്കെ മനസ്സിനെ അതിലേക്ക് കൊണ്ടുവന്നാൽ, അതാണ് സർവാത്മകത്വം എന്ന് ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിലെ ക്ലാസ്സുകളിൽ പറഞ്ഞത്. എല്ലാത്തിനെയും ഒന്നായി കാണണം, എല്ലാം ഈശ്വരനാണ്. അപ്പോ നമ്മൾ വ്യവഹാരം ചെയ്യുന്നതെല്ലാം ബ്രഹ്മത്തോടാണ് എന്നൊക്കെ വരണം. അപ്പോ അദ്വൈതമാണ് സത്യം എന്ന് പറയാൻ പറ്റുമ്പോൾ എപ്പോഴാണോ കാണുന്ന രണ്ടാമതായിട്ട് കാണുന്നതിനെ അത് മിഥ്യയാണെന്ന് മനസ്സിലാകുന്നത്, അപ്പോൾ അദ്വൈതമാണ് സത്യം എന്ന് പറയാൻ പറ്റും. ആ ആംഗിളിലാണ് ഇവിടെ കാര്യങ്ങൾ പറയുന്നത്. ഈ സന്ദർഭത്തിൽ ഈശ്വരൻ, ജഗത്, ബ്രഹ്മം എന്നൊന്നും പറയുന്നില്ല. ഇവിടെ ഈശ്വരൻ, ജഗത്ത്, ബ്രഹ്മം എന്നൊന്നും പറയുന്നില്ല. ഉള്ളത് ഒരേ ഒരു വസ്തു എന്നേ പറയുന്നു. അപ്പൊ കുറച്ച് അഡ്വാൻസ്ഡ് സ്റ്റേജിലാണ്, നല്ല അഡ്വാൻസ്ഡ് സ്റ്റേജിലാണ്. പലതിനൊന്നും പറയില്ല. ഇപ്പൊ ഒന്നേ പറയുള്ളൂ, ഒന്നേ ഉള്ളൂ, അത് മാത്രമേ പറയുള്ളൂ. അങ്ങനെ ബ്രഹ്മം, ആത്മാ, അതിനൊക്കെ വിളിക്കാം, ഒന്നേ ഉള്ളൂ. അതിന്റെ പേരാണ് പരബ്രഹ്മം, ബ്രഹ്മം, ആത്മാ എന്നൊക്കെ. ആ ഒന്ന് മാത്രമാണ് സത്യം, വേറൊന്നും സത്യമല്ല. ആകെ സത്യം എന്ന് പറയുന്നത് ഈ ഒന്ന് മാത്രം. കർമ്മകാണ്ഡത്തില് എപ്പോഴും ദ്വൈതം വെച്ചാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ശ്രദ്ധിച്ചു നോക്കണം. കർമ്മകാണ്ഡം, നമ്മളിപ്പോ കർമ്മകാണ്ഡം ജ്ഞാനകാണ്ഡത്തിലാണ് നിൽക്കുന്നത്, വേദാന്തത്തിലാണ് നിൽക്കുന്നത്. പുറകോട്ട് പോവുക, കർമ്മകാണ്ഡത്തിലേക്ക് പോവുക. കർമ്മകാണ്ഡത്തിൽ എങ്ങനെയാണ്? രണ്ടുണ്ടല്ലോ. ഈശ്വരൻ എന്ന് വേറൊരാള്, അനുഗ്രഹം തരുന്ന ആള്, നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരാള്. അങ്ങനെയല്ലേ അവിടെ?
നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുന്നു, ഈശ്വരൻ ഇങ്ങനെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോ നമ്മൾ ഒരുപാട് ആഗ്രഹങ്ങൾ പറയുന്നു, ഈശ്വരൻ സാധിക്കുന്നു. ഇങ്ങനെ രണ്ടായിട്ടാണ് യാത്ര മുഴുവൻ രണ്ടായിട്ടാണ്. ഇന്ന സ്ഥലത്ത് ഇന്ന അമ്പലത്തിൽ ഭഗവാനുണ്ട്, ഉടനെ അങ്ങോട്ട് പോയി, നമ്മൾ കാണാൻ പോയി, ഭഗവാനെ കണ്ടു, വിഗ്രഹത്തിൽ ഭഗവാനെ കണ്ടു പോന്നു. എല്ലാം ദ്വൈതത്തിലാണ്, മൊത്തം ദ്വൈതത്തിലാണ്. അപ്പോ ലക്ഷ്യം മോക്ഷമല്ല. അതുകൊണ്ടാണ് കർമ്മകാണ്ഡത്തിൽ എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നണേ എന്ന് വെച്ച് കഴിഞ്ഞാൽ, കർമ്മകാണ്ഡത്തിൽ ലക്ഷ്യം മോക്ഷമല്ല. ഓരോ കർമ്മങ്ങൾ ചെയ്യുന്നതും, ഓരോ പൂജകൾ ചെയ്യുന്നതും, ഓരോ വഴിപാട് ചെയ്യുന്നതുമെല്ലാം ഓരോ ആഗ്രഹപൂർത്തിക്ക് വേണ്ടിയിട്ടാണ്. പാപനിവാരണത്തിന് ചെയ്യും, ആഗ്രഹപൂർത്തിക്ക് വേണ്ടി ചെയ്യും, പ്രായശ്ചിത്തമായിട്ട് ചെയ്യും, എല്ലാം വേറെ കാര്യത്തിനാണ്. മോക്ഷത്തിന് വേണ്ടി കർമ്മമൊന്നുമില്ല. അങ്ങനെ കർമ്മമില്ല. മോക്ഷം ജ്ഞാനം കൊണ്ട് മാത്രമേ പറ്റുള്ളൂ, അതിന് കർമ്മമില്ല. അതുകൊണ്ടാണ് കർമ്മകാണ്ഡത്തിൽ കൂടി മോക്ഷം കിട്ടില്ലെന്ന് പറയുന്നത്. എന്താ വെച്ചാൽ അങ്ങനെ ഇല്ല, അവിടെ അങ്ങനെ ഒരു കർമ്മമില്ല. മോക്ഷം ചെയ്യാനായിട്ടൊരു കർമ്മമില്ല. കാരണം കർമ്മം ചെയ്യണമെങ്കിൽ വേറെ ഒരുപാട് സാധനങ്ങൾ വേണം. മോക്ഷം അങ്ങനെയല്ല, ജ്ഞാനമാണ് മോക്ഷം, അറിവാണ്. അതൊരു അറിവാണ്. എല്ലാം ഇവിടെ ഒന്നേ ഉള്ളൂ എന്നുള്ള തിരിച്ചറിവാണ് മോക്ഷം. ഒന്നേ ഉള്ളൂ എന്ന് തിരിച്ചറിഞ്ഞ് പിന്നെ നമ്മളത് പ്രവർത്തിക്കണം. അറിഞ്ഞാൽ മാത്രം പറ്റും. പുസ്തകത്തിൽ വായിച്ച് അല്ലെങ്കിൽ ഇങ്ങനെ പ്രഭാഷണം കേട്ടിട്ടും ഒന്നേ ഉള്ളൂ അത് പോരാ. ജീവിതത്തിൽ നമ്മുടെ മനസ്സിൽ അത് വരണം. മനസ്സിൽ അങ്ങനെ വന്നാൽ മാത്രമേ പൂർവജന്മ വാസനകൾ ഇതിൽ നിന്ന് പോവുള്ളൂ. പൂർവജന്മ വാസനകൾ ഉള്ളിടത്തോളം കാലം പുനർജന്മം ഉണ്ടാകും. കാരണശരീരം കൂടെ ഇല്ലാണ്ടായാലേ പുനർജന്മം ഇല്ലാണ്ടാവുള്ളൂ. കാരണശരീരം എന്നത് വാസനാത്മകമാണ്, വാസനയാണ് കാരണശരീരത്തിൽ മുഴുവൻ. പൂർവജന്മ വാസനകളാണ് അവിടെ ബീജമായിട്ടിരിക്കുന്നത്, വിത്തായിട്ടിരിക്കുന്നത്. അതാണ് ജനനത്തിന് കാരണമാകുന്നത്. അപ്പൊ അതും കൂടെ പോയാലേ പറ്റുള്ളൂ. അപ്പോ അതും കൂടെ പോകാനായിട്ട് കർമ്മകാണ്ഡത്തിൽ അങ്ങനെയുള്ള കർമ്മങ്ങളും യാഗങ്ങളും ഹോമങ്ങളും ഒന്നുമില്ല. അങ്ങനെ പറ്റില്ല. കാരണം അവിടെ രണ്ട് വരും, രണ്ട് വന്നേ പറ്റുള്ളൂ. അതില്ലെങ്കിൽ ഇതില്ല എന്നൊരു സ്ഥിതി വരും. അറിവിന് അങ്ങനെയില്ലല്ലോ. അറിവെങ്ങനെയാ? അതില്ലെങ്കിൽ അറിവില്ല, അങ്ങനെ ഇല്ലല്ലോ. ഇപ്പൊ ഹോമം ചെയ്യാൻ ഒരു നെയ്യില്ല, ഹോമം നടക്കത്തില്ല. അറിവിനെങ്ങനെയുണ്ടോ? അറിവിനങ്ങനെ ഇല്ല. അതുകൊണ്ട് കർമ്മകാണ്ഡത്തിൽ കൂടി അതിലെത്താൻ പറ്റില്ല. പക്ഷെ കർമ്മകാണ്ഡം എന്തിനാണ്? കർമ്മകാണ്ഡം വേണം. കർമ്മകാണ്ഡത്തിൽ കൂടിയേ മനസ്സിന് ഏകാഗ്രത, ഭക്തി, പിന്നെ ഈ ശരീരം കിട്ടിയപ്പോൾ പല ആഗ്രഹങ്ങളുണ്ട്, അത് നിറവേറ്റപ്പെടണം. അത് ഈശ്വരനിൽ കൂടി തന്നെ നിറവേറ്റപ്പെടണം. അതായത് ധർമ്മപരമായിട്ട് നിറവേറ്റപ്പെടണം. അങ്ങനെയൊക്കെ കഴിഞ്ഞു വന്നാലേ മനസ്സിന്റെ 3 അവസ്ഥകളിലേക്ക് എത്തുള്ളൂ. ഒന്ന് മന ഏകാഗ്രത, പിന്നെ മനവിശാലത എന്ന് പറയുന്ന അവസാനത്തെ ഭാഗം. ഇങ്ങനെ മനസ്സിന്റെ എല്ലാ ലെവലുകളും, മനഃശുദ്ധി അല്ലേ? മനഃശുദ്ധി കർമ്മം കൊണ്ടേ വരുള്ളൂ. കർമ്മം ചെയ്തേ മനഃശുദ്ധി വരുള്ളൂ. അപ്പൊ കർമ്മം ഉപേക്ഷിക്കാൻ പറ്റില്ല. കർമ്മം ചെയ്ത് മാത്രമേ മനഃശുദ്ധി വരുള്ളൂ. ഏകാഗ്രതയും കർമ്മത്തിൽ, ഇപ്പൊ നമ്മൾ സാധാരണ ഒരു പൂജയ്ക്ക് ഇരിക്കുമ്പോൾ ഉള്ളൊരു ഏകാഗ്രത വെറുതെ ഇരിക്കുമ്പോൾ കിട്ടുമോ? കിട്ടില്ല. അപ്പൊ ഈശ്വരനിലേക്ക് നമ്മുടെ മനസ്സിനെ തിരിച്ച് മനസ്സിനെ ഏകാഗ്രമാക്കാൻ പൂജാദികൾ, കർമ്മങ്ങൾ ആവശ്യമാണ്. അപ്പൊ സ്റ്റേജാണ്. ആ സ്റ്റേജിൽ നിന്നെല്ലാം കടന്നു വന്നിട്ടാണ് വേദാന്തത്തിലേക്ക് വരുന്നത്. കർമ്മകാണ്ഡം കഴിഞ്ഞ് ജ്ഞാനകാണ്ഡത്തിലാണ് വേദാന്തം. ജ്ഞാനകാണ്ഡം എന്ന് പറഞ്ഞാൽ എന്താണ്? ഉപനിഷത്തിൽ ആത്മ അനാത്മ വിവേകം പറയുന്നുണ്ട്, അല്ലേ? അവിടെ ആത്മ അനാത്മ വിവേകം പറയുന്നു. സൃഷ്ടിയെപ്പറ്റി എന്തുകൊണ്ട് പറയുന്നു അവിടെ? അപ്പൊ ഒരാൾ ചോദിച്ചു, ഈ ഉപനിഷത്തിൽ സൃഷ്ടിയെക്കുറിച്ച് എന്തിനാ പിന്നെ പറയുന്നേ? അപ്പൊ ദ്വൈതമായില്ലേ? ഉപനിഷത്തിൽ തന്നെ ദ്വൈതം വന്നില്ലേ? സൃഷ്ടിയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ എങ്ങനെ സൃഷ്ടിച്ചു, അതുണ്ട്, ഇതുണ്ട്, വായു, അഗ്നി, പഞ്ചഭൂതങ്ങളെല്ലാം ഉണ്ട്, ജീവാത്മാവ് ഉണ്ട് എന്നൊക്കെ വരുമ്പോൾ ദ്വൈതമായില്ലേ? അപ്പൊ ഉപനിഷത്തിൽ എന്തിനാ അങ്ങനെ പറയണേ? എന്തിനാ അങ്ങനെ ആത്മാ അനാത്മാന്ന് തിരിക്കുന്നേ? മൊത്തം ആത്മാ എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ശരിയല്ലേ? നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ എന്തിനാ അങ്ങനെ പറയുന്നത്? ഒന്നേ ഉള്ളൂ എങ്കിൽ പിന്നെ രണ്ടാമത്തേനെ കുറിച്ച് എന്തിനെത്ര സംസാരിക്കുന്നത്? എന്തിനാണ് ആത്മാ അനാത്മ എന്ന് തിരിച്ചു പഠിപ്പിക്കുന്നത്? അതിന് ആചാര്യസ്വാമി ഇവിടെ പറയുന്നു, അത് ഒരു സ്റ്റെപ്പാണ്. ലാഡറിലെ ഒരു സ്റ്റെപ്പ്. ആ സ്റ്റെപ്പ് കയറിയിട്ട് വേണം അടുത്ത സ്റ്റെപ്പിലേക്ക് എത്താൻ. ഇപ്പോ 2 പടി അല്ലെങ്കിൽ 3 പടിയുള്ള ഒരു മുറിയിലേക്ക്, ഒരു വീട്ടിലേക്ക് കയറണമെങ്കിൽ ഓരോ സ്റ്റെപ്പായിട്ട് വേണ്ടേ കയറാൻ, അല്ലെങ്കിൽ താഴെ വീഴും. താഴെ വീഴുക എന്ന് പറഞ്ഞാൽ നമ്മൾ എത്തേണ്ടടുത്ത് എത്തില്ല എന്നർത്ഥം. അതാണല്ലോ താഴെ വീഴുക. അപ്പോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വേണം പഠിച്ചു മുന്നേറാൻ. അപ്പോ ആത്മ അനാത്മ എന്ന് തിരിച്ചു പഠിപ്പിക്കുന്നത് ആ ഒരു സ്റ്റെപ്പാണ്.
അതായത് ആത്മാ മാത്രമേ ഉള്ളൂ. ഇവിടെ വളരെ വളരെ വലിയൊരു തത്വമാണ്. ഇവിടെ ആത്മാ മാത്രമേ ഉള്ളൂ, അനാത്മാ എന്നൊന്നില്ല എന്ന് മനസ്സിലാക്കുന്നതിന് ഉള്ള ഒരു സ്റ്റെപ്പ്, അതാണ് ആത്മ അനാത്മ വിവേകം. ബുദ്ധി ഉണ്ടെങ്കിൽ ആലോചിച്ചാൽ അറിയാം എന്തിനാണ് ആത്മ അനാത്മ പറഞ്ഞുകൊണ്ടിരുന്നത് ഇത്രയും നാള്. അനാത്മ എന്ന് പറഞ്ഞൊരെണ്ണം ഉണ്ടോ ശരിക്കും പറഞ്ഞ? കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ നമ്മൾ മനസ്സിലാക്കിയേ? വ്യവഹാരം മുഴുവൻ ബ്രഹ്മത്തോടെന്ന രീതിയിലായിരിക്കണം. ഒന്നേ ഉള്ളൂ. ഒന്നേ ഉള്ളൂ എങ്കിൽ പിന്നെ എങ്ങനെ അനാത്മ ഉണ്ടാവുക? ഇത്രയും നാളത് ചിന്തിച്ചോ? ചിന്തിച്ചില്ല. ഇത്രയും നാളെ മുതൽ ചിന്തിച്ചിട്ടില്ല. ഇപ്പൊ തോന്നുന്നുണ്ട് ശരിയാ, എന്തിനാ ഈ അനാത്മ? ഇപ്പൊ ആചാര്യസ്വാമി പറഞ്ഞു തന്നപ്പോഴാണ് മനസ്സിലാവുന്നത്. ആത്മാനാത്മ രണ്ടില്ലല്ലോ, പിന്നെ എന്തിനാ ഈ രണ്ടാമത്തേനെ കുറിച്ച് പഠിക്കുന്നത്? അപ്പൊ പറഞ്ഞു അത് രണ്ടാമത്തേത് എന്നുള്ളതല്ല, അതൊരു സ്റ്റെപ്പാണ്, പഠിക്കാനുള്ള സ്റ്റെപ്പാണ്. നേരിട്ട് ഇവിടെ മുഴുവൻ മുഴുവൻ ബ്രഹ്മമാണെന്ന് ആർക്കും ഒന്നും മനസ്സിലാവില്ല. അപ്പൊ ഓരോ കാര്യങ്ങളെ കാണിച്ചു തന്ന് ഇതിന്റെ സ്വഭാവം ഇതാണ്, ഇത് ശാശ്വതമല്ല, ഇത് സത്യമല്ല, ഇത് മാറ്റമുള്ളതാണ്, ഇതെന്നുമുള്ളതല്ല, ഇതെന്നുമുള്ള, ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ പറഞ്ഞു വന്നിട്ടാണ് എന്ത് പറഞ്ഞു? ഇപ്പോ ഇത് മിഥ്യയാണെന്ന് പറഞ്ഞു അല്ലെ? ആദ്യം മിഥ്യയാണെന്ന് പറഞ്ഞില്ല, തുടക്കത്തിൽ അത് പറഞ്ഞില്ല. തുടക്കത്തിൽ എന്ത് പറയും? ഇതൊന്നും സത്യമല്ല, ഇതൊന്നും ശാശ്വതമല്ല, ഈ കാണുന്നതിനൊക്കെ മാറ്റങ്ങളുണ്ട്, വികാരമുള്ളതാണ്, ഇത് മാറിക്കൊണ്ടേ ഇരിക്കും, ഇത് ശാശ്വതമല്ല, ഇത് സത്യമല്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ പറഞ്ഞു കുറേ അതിനുള്ള പല കാരണങ്ങളും അനിത്യത്വത്തെ ഒരുപാട് പറഞ്ഞു തന്നു ആചാര്യസ്വാമി. അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പിൽ ആചാര്യസ്വാമി പറഞ്ഞു ആത്മ അനാത്മ എന്ന് തിരിച്ചറിയണം. കുറെ കാര്യങ്ങളെ പറഞ്ഞിട്ട് ഇതെല്ലാം അനാത്മാവാണ് എന്ന് തിരിച്ചറിയണം. അങ്ങനെ അനാത്മ എന്ന് പറഞ്ഞു വന്നിട്ട് പിന്നീട് എന്ത് പറഞ്ഞു? ഈ കാണുന്നതെല്ലാം മിഥ്യയാണ് എന്ന് പറയുമ്പോൾ അങ്ങനെ പല വഴിക്കാണ് കൊണ്ടുവരുന്നത്. ഇപ്പൊ ഇതാ ഏറ്റവും വലിയൊരു സന്ദേശം വരുന്നു, അനാത്മ എന്നൊന്നില്ല എന്ന്. അവിടെയാണ് ഒന്നേ ഉള്ളൂ എന്ന് പറയുമ്പോ പിന്നെ എങ്ങനെയാ അനാത്മ ഉണ്ടാകുന്നത്? ആത്മാ മാത്രമേ ഇവിടെ ഉള്ളൂ, ഈശ്വരൻ മാത്രമേ ഇവിടെ ഉള്ളൂ, ഒരേ ഒരു ശക്തി മാത്രമേ ഉള്ളൂ, സർവവും ആ ശക്തി തന്നെയാണ്, എല്ലാ രൂപവും ആ ശക്തി തന്നെയാണ്, എല്ലാ നാമവും ആ ശക്തി തന്നെയാണ്, എല്ലാം അത് തന്നെയാണ്. അതിന്റെ പേരാണ് ബ്രഹ്മം. നമ്മൾ കൊടുക്കുന്ന പേരാണ് ബ്രഹ്മം, പരബ്രഹ്മം. അപ്പോ പിന്നെ എങ്ങനെയാ അനാത്മാ ഉണ്ടാകുന്നത്? അനാത്മാ ഉണ്ടെന്ന് ഉറപ്പിച്ചാൽ എന്തായി? ദ്വൈതം വന്നു. ആത്മാ എന്നൊരാളും അനാത്മാ എന്നൊരാളും. അപ്പൊ ദ്വൈതം വന്നു. ആക്ച്വലി ദ്വൈതം ഇല്ലല്ലോ, അദ്വൈതമല്ലേ? അപ്പൊ ഇപ്പോഴേ നമുക്കത് മനസ്സിലാവുള്ളൂ പറഞ്ഞു തന്നാൽ. അതുകൊണ്ട് ആചാര്യസ്വാമി ഇപ്പോഴാണ് അത് പറയുന്നത്, ആത്മാ മാത്രമാണ് ഉള്ളത്, അനാത്മാ ഇല്ല. വളരെ 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 വലിയൊരു തത്വം. ഈ തത്വം ആരോടും സംസാരിക്കാൻ പറയൊന്നും വേണ്ട, ആർക്കും മനസ്സിലാകത്തില്ല. നമ്മൾ തന്നെ ഒരുപാട് ചിന്തിച്ച് മനസ്സിൽ ഉറപ്പിക്കേണ്ട ഒരു കാര്യമാണ്. ആത്മാനാത്മാ വിവേകം പുസ്തകം തന്നെയുണ്ട് അല്ലേ? ആത്മാനാത്മവിവേകം ഒരു പുസ്തകമുണ്ട് വളരെ ഗംഭീരമായിട്ട്. അപ്പൊ അത് ഒരു സ്റ്റെപ്പാണ്. ആ സ്റ്റെപ്പിൽ കൂടെ കടന്നു വന്നിട്ട് വേണം അനാത്മാ എന്നൊന്നും ഇല്ല എന്നറിയാൻ. അല്ലെങ്കിൽ നമ്മൾ തെറ്റായ വഴി കൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും, നമ്മൾക്ക് ആവശ്യപ്പെടുന്ന ആ ജ്ഞാനം നമുക്ക് വരില്ല. അതുകൊണ്ടാണ് ഈ സാധന ചതുഷ്ടയ സമ്പത്തിയില് വിവേകം ഒരു ക്വാളിഫിക്കേഷനാണ് എന്ന് പറഞ്ഞു. വിവേകം ഒരു ക്വാളിഫിക്കേഷനാണ്. ആ വിവേകം സാധനാരൂപമായ വിവേകം ഒരു സാധനയാണ്. സാധനാരൂപമായ വിവേകത്തെയാണ് അവിടെ പറയുന്നത്. അവസാനം നാം എത്തിച്ചേരുന്നതും ഒരു വിവേകത്തിലാണ് അല്ലേ? നമ്മൾ എത്തിച്ചേരുന്ന എവിടെയാണ്? ഒരു വിവേകത്തിലാണ് നമ്മൾ എത്തിച്ചേരുന്നത്. സാധനാചതുഷ്ടയത്തിൽ ഒരു വിവേകം പറഞ്ഞു, അതൊരു ക്വാളിഫിക്കേഷനാണ്, അത് കൂടിയേ തീരും എന്ന് പറഞ്ഞു. ആ വിവേകം സാധനാരൂപമാണ്. അവസാനം നാം എത്തിച്ചേരുന്നതും ഒരു വിവേകത്തിലാണ്. അതെന്ത് വിവേകമാണ്? അതാണ് അദ്വൈത വിവേകം. അതാണ് അദ്വൈത വിവേകം. അദ്വൈത വിവേകത്തില് രണ്ടാമതൊന്നില്ല. ആദ്യത്തെ വിവേകത്തിൽ എന്തുണ്ട്? ആത്മാ അനാത്മാ വിവേകം വിവേചിച്ചറിയണം എന്ന് പറഞ്ഞു. ആത്മാവിനെയും അനാത്മാവിനെയും വിവേചിച്ചറിഞ്ഞ് അനാത്മാവിനെ തള്ളിക്കളയുക, മനസ്സിലാക്കുക എന്ന് പറഞ്ഞാണ് പല 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 സ്റ്റെപ്പിൽ കൂടെ വന്നത്. ഇപ്പതാ ആ ഒരു ഫൈനൽ സ്റ്റേജിൽ വന്നിരിക്കുകയാണ്. അവിടെ വെച്ച് ആഞ്ജനേയസ്വാമി പറയാണ്, അന്ന് പഠിച്ചത് സാധനാരൂപമായ വിവേകം,
ഇപ്പോ എത്തിച്ചേർന്നിരിക്കുന്നത് അദ്വൈത വിവേകം. അദ്വൈത വിവേകത്തില് രണ്ടാമത് ഒരാൾ ഇല്ല. എന്നാൽ എലിജിബിലിറ്റി, ഇതൊക്കെ പഠിക്കാനുള്ള അർഹത എന്ന് പറയുന്ന സ്ഥലത്ത് ആ പറയുന്ന വിവേകം ഒരു ക്വാളിഫിക്കേഷൻ ആയിട്ട് അവിടെ വേണം. അതാണ് ആത്മ അനാത്മ വിവേകം. അപ്പോൾ അനാത്മ എന്ന ഒന്നുണ്ട് എന്ന രീതിയിൽ നാം വസ്തുവിനെ പിരിക്കുന്നു, അല്ലേ? അന്ന് പഠിച്ചപ്പോ എങ്ങനെയാ ഓരോ വസ്തുക്കളെയും എങ്ങനെ തിരിച്ചേ? ഇത് ആത്മാ അല്ല, ഇത് അനാത്മാവാണ്, ഇത് അനാത്മാവാണ്, ഇത് അനാത്മാവാണ്, ഇങ്ങനെ ഓരോന്നിനെയും തിരിച്ചു കൊണ്ടുവന്നു. നാശമുള്ളതിനെ, അനിത്യമായതിനെ, വികാരമുള്ളതിനെ, മാറ്റമുള്ളതിനെ, ഇങ്ങനെയെല്ലാം മാറ്റി മാറ്റി കൊണ്ടുവന്നു. കളിമണ്ണെന്ന ഒന്നുണ്ട്, പാത്രം എന്ന വേറെ ഒന്നുണ്ട്. രണ്ടിനെയും പിരിച്ച് വിവേകം ചെയ്യാം, ഇല്ലേ? കളിമണ്ണ് കൊണ്ട് തന്നെ പാത്രം, പാത്രത്തിന് നാമവും രൂപവും, ഇങ്ങനെ പറഞ്ഞു വന്നിട്ടാണ് നമ്മൾ ഓരോന്ന് പഠിച്ചത്. അല്ലെങ്കിൽ ആഭരണങ്ങളുടെ കാര്യം പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ പഠിച്ചു. രണ്ടും വേറെ വേറെ രീതിയിൽ നോക്കിയിട്ട് വിവേകം ചെയ്തു. എങ്ങനെയാ വിവേകം ചെയ്തേ? ആഭരണങ്ങളെല്ലാം സ്വർണം തന്നെ, പക്ഷെ അവിടെ നാമവും രൂപവും കൊടുത്ത് വേറെ ഒന്നാക്കി നമ്മളെ കാണിക്കുന്നു. അപ്പൊ അത് ശരിയല്ല. അതിന്റെ ആധാരം സ്വർണം മാത്രമാണ്, മറ്റേത് നമുക്കുണ്ടെന്ന് തോന്നിക്കുന്നതാണ് എന്നുള്ള രീതിയിൽ നമ്മളെ പറഞ്ഞു മനസ്സിലാക്കി. അപ്പൊ അവിടെ അനാത്മ എന്ന് പറഞ്ഞു. അങ്ങനെ ആത്മാനാത്മ വിവേകത്തെ സ്വീകരിക്കുന്നുണ്ട് നമ്മൾ. കാരണം ആ വഴിയിൽ കൂടെ വന്നാലേ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് നമ്മൾ ആദ്യം അത് സ്വീകരിക്കുന്നു. അത് ഏതവസ്ഥയിലാ? അന്നത്തെ നമ്മുടെ അവസ്ഥ എന്താണ്? അജ്ഞാനം, നല്ല അജ്ഞാനമുള്ള സമയം. അജ്ഞാനത്തിന് കുറെ മാറ്റം വന്നിപ്പോ. പക്ഷെ അന്ന് പൂർണ്ണ അജ്ഞാനിയായിരിക്കുന്നത്, പൂർണ്ണജ്ഞാനി എന്ന് പറഞ്ഞ പോലെ തന്നെ അജ്ഞാനത്തിൽ മുങ്ങിയിരിക്കുന്ന സമയത്ത്, ആ സമയത്ത് അദ്വൈതത്തെ മനസ്സിലാക്കാൻ പക്വമാകാത്ത മനസ്സാണ്. നമ്മുടെ എല്ലാം മനസ്സ് ആ സമയം, ആത്മാനാത്മ വിവേകം പഠിക്കുന്ന സമയം, ഒട്ടും പക്വതയില്ലാത്ത അവസ്ഥ. ആ അവസ്ഥയിൽ നമുക്ക് ഇങ്ങനെ തിരിച്ചു പറഞ്ഞു തന്നാൽ മാത്രമേ മനസ്സിലാവൂ. ഇപ്പോഴും അവസ്ഥയൊക്കെ അത് തന്നെ. പക്ഷെ പഠിക്കുന്നതല്ല, നമുക്ക് പഠിക്കുന്ന പോർഷൻ വരുന്ന സമയത്ത് അങ്ങനെ പറഞ്ഞേ പറ്റുള്ളൂ നമുക്ക്. ഇപ്പൊ നമ്മൾ പക്വതയായവരായി എന്നുള്ള സങ്കല്പത്തിലാണ് ആചാര്യസ്വാമി പറയുന്നത്. 68 ശ്ലോകം പഠിച്ചില്ലേ? 68 ശ്ലോകം പഠിച്ചു കഴിഞ്ഞപ്പോ പക്വത വന്നിട്ടുണ്ടാവും എന്ന് ആചാര്യസ്വാമി വിശ്വസിച്ചു. അങ്ങനെ നമുക്ക് പറഞ്ഞു തരുന്നു. അപ്പൊ നമ്മൾ പക്വതയുള്ളവരാകണം, ഈ സമയമെങ്കിലും ആയിരിക്കണം. അങ്ങനെ ആത്മ അനാത്മ വിവേകത്തെ അപ്പ സ്വീകരിച്ചു. അജ്ഞാന അവസ്ഥയിലാണ് സ്വീകരിച്ചത്. അദ്വൈതത്തെ മനസ്സിലാക്കാൻ പക്വമാകാത്ത അവസ്ഥയിലായിരുന്നു അന്ന് നമ്മൾ. ആ ആത്മാനാത്മ വിവേകം അപ്പോൾ ചെയ്തു. എപ്പോൾ അദ്വൈതം മനസ്സിലായോ? എപ്പോഴാ മനസ്സിലായേ? ഓരോ സ്റ്റെപ്പ് കഴിഞ്ഞപ്പോ അല്ലെ? അനാത്മാനാത്മ വിവേകം കഴിഞ്ഞു, എല്ലാത്തിൻ്റെയും അസ്ഥിരതയെ പറഞ്ഞു, സ്ഥിരമായ ഒന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു, എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്ന ഒരേ ഒരു വസ്തുവേ ഉള്ളൂ പറഞ്ഞു, ബാക്കിയെല്ലാം ശരിക്കും പറഞ്ഞാൽ എല്ലാം ജഡമാണ്, ആ ജഡവസ്തുവെ പ്രകാശിപ്പിക്കുന്ന ഒരേ ഒരു സംഗതിയേ ഉള്ളൂ, അതാണ് ബ്രഹ്മം. പിന്നെ പറഞ്ഞു ഇതെല്ലാം ഇവിടെ ഉണ്ട് 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 ഉണ്ടെന്ന് തോന്നുന്നു, പക്ഷെ ഇത് ഭ്രമമാണ്, ഇത് മിഥ്യയാണ്, യഥാർത്ഥത്തിൽ ഇതില്ലെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു ഇത് സർവവും, ഈ കാണുന്ന സർവവും ബ്രഹ്മം തന്നെയാണ്, ബ്രഹ്മമല്ലാതെ ഇവിടെ ഒന്നുമില്ല, നമ്മൾ വ്യവഹരിക്കുന്നത് ബ്രഹ്മത്തോട് എന്നാണ് ലാസ്റ്റ് പറഞ്ഞത്. വ്യവഹാരം മുഴുവൻ ബ്രഹ്മത്തോട് എന്ന് മനസ്സിലാക്കുക. അത്രയും മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അവിടെ അദ്വൈതം പറയാൻ പറ്റുമോ? പറ്റില്ല, പാടില്ല. അപ്പൊ ഇപ്പൊ നമ്മൾ എന്തവസ്ഥയിലെത്തി? അദ്വൈതം അറിയുന്ന ഒരാൾ എന്നുള്ള അവസ്ഥയിലേക്ക് നമ്മൾ മാനസികമായിട്ട് എത്തിയിട്ടുണ്ട് എന്ന് വേണം സങ്കല്പിക്കാൻ. അപ്പോ ഇനി അനാത്മവിവേകം ഇവിടെ ചെയ്യില്ല, അനാത്മവിവേകം ചെയ്യില്ല. ഇവിടെ ശങ്കരാചാര്യസ്വാമി പറയുന്നു അറിവില്ലാത്തവരാണ് അനാത്മ വിവേകം ചെയ്യുന്നത് എന്ന്. ആചാര്യസ്വാമിയുടെ പറയാണ് അറിവില്ലാത്തവർ അങ്ങനെ ചെയ്യണമെന്ന്. അപ്പൊ നമ്മൾ ചെയ്തു. അപ്പൊ നമ്മൾ എന്തായിരുന്നു? നമ്മൾ അന്ന് അറിവില്ലാത്തവരായിരുന്നു. ഇത്രയും അറിവ് നമുക്ക് കിട്ടിയോ? 68 ശ്ലോകത്തിന്റെ അറിവ് നമുക്കിപ്പോ കിട്ടി. അതിന് മുമ്പ് അത് കിട്ടിയോ? ഇല്ലല്ലോ. അപ്പോ നമ്മൾ ആരംഭത്തിൽ മണ്ടന്മാരായിരുന്നു, ഇല്ലേ? നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ചില വാക്കുകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് ആചാര്യസ്വാമികൾ, മണ്ടനായിരുന്നു എന്നുള്ളത്, മൂഢ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആരംഭത്തില് നമ്മള് മണ്ടന്മാരായിരുന്നു എന്നർത്ഥം. ശരിയല്ലേ? സമ്മതിക്കണ്ടേ? വേണം. അപ്പോ ഞാൻ മണ്ടൻ
ഞാൻ വിവരമില്ലാത്തവൻ എന്നൊരാൾ പറഞ്ഞാൽ അത് ശരി. കാരണം അയാൾക്ക് അറിവുണ്ട്, അതുകൊണ്ടാണ് തന്റെ കുറവ് മനസ്സിലാക്കുന്നത്. അപ്പൊ മണ്ടൻ, ഞാൻ മണ്ടനാണ് എന്നൊരാൾ പറഞ്ഞാൽ അതിനകത്ത് പുച്ഛിക്കേണ്ട കാര്യമില്ല. കാരണം അയാൾക്ക് അയാളുടെ അറിവിനെ കുറിച്ച് അറിവിനെ കുറിച്ചൊരു ബോധമുണ്ട്. എത്ര അറിവ് എനിക്കുണ്ട്, എത്ര അറിവില്ലായ്മ ഉണ്ട് എന്നുള്ളതിനെ കുറിച്ച് അറിയാവുന്നത് കൊണ്ടാണ് ഒരാൾ മണ്ടനാണെന്ന് പറയുന്നത്. തന്റെ കുറവ് അയാൾ മനസ്സിലാക്കുന്നു. ഓരോരുത്തരും അവനവന്റെ കുറവ് മനസ്സിലാക്കിയാൽ സ്വയം മണ്ടനാണെന്ന് പറയുന്നത് തെറ്റൊന്നും വരത്തില്ല. അദ്വൈത അജ്ഞാന അവസ്ഥയിൽ അവർ ആത്മ അനാത്മ വിചാരം ചെയ്യുന്നു. എന്തിന് അങ്ങനെ ചെയ്യുന്നു? അറിവില്ലാത്ത അവസ്ഥയിൽ, അജ്ഞാനാവസ്ഥയിൽ ആത്മ അനാത്മ വിവേകം ചെയ്യുന്നുണ്ട്. അതെന്തിനാ ചെയ്യണേ? അദ്വൈത ജ്ഞാനത്തിനായിട്ട്. സിമ്പിൾ അല്ലേ? അന്ന് അതെന്തിനാ ചെയ്തേ? അദ്വൈത ജ്ഞാനം കിട്ടാൻ വേണ്ടിയിട്ട്. അദ്വൈത ജ്ഞാനം കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? അന്ന് ആത്മ അനാത്മ വിവേകം ചെയ്തു. ഇപ്പൊ എന്ത് പറയുന്നു? അനാത്മ എന്നൊന്നില്ല എന്ന് പറയുന്നു. ഇവിടെ ഗുരുനാഥൻ ഒരു കഥ പറയുന്നു. ഒരു ബുദ്ധാശ്രമത്തില് ഗുരുവിന് പ്രായമായി. അടുത്ത ശിഷ്യനെ ഗുരുവായി അവരോധിക്കണം. ശിഷ്യന്മാരെല്ലാവരും ശാസ്ത്രം പഠിക്കുന്നവരാണ്. ഒരു ജ്ഞാനിയെ തന്നെ അവരോധിക്കണമെന്ന് തീരുമാനിച്ച് ഗുരു ശിഷ്യന്മാരോട് പറഞ്ഞു, ഈ ഒരു ബോർഡ്, ഒരു ബ്ലാക്ക് ബോർഡ് അവിടെ വെച്ചിട്ടുണ്ട്. ആ ബോർഡിൽ ഏറ്റവും നല്ല വാക്യം എഴുതുന്ന ആളെ ഞാൻ തിരഞ്ഞെടുക്കും. കുറെ കാലമായാലോ പഠിക്കുന്നു, നിറയെ ശിഷ്യന്മാരുണ്ട്, നല്ല നല്ല ആൾക്കാർ, പഠിത്തമുള്ളവരൊക്കെ വളരെ മിടുക്കന്മാരായിട്ടുള്ളവരുണ്ട്. അപ്പൊ അതിൽ നിന്ന് നല്ലൊരാളെ സെലക്ട് ചെയ്യണം, അതാണ് ഗുരുവിന്റെ ഉദ്ദേശം. അപ്പൊ ഒരു വാക്യം എഴുതുന്ന ആളെ ഞാൻ തിരഞ്ഞെടുക്കും എന്ന് പറഞ്ഞു. എല്ലാവരും കുറെ കാര്യമായിട്ടൊക്കെ ചിന്തിച്ചു, ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ചു, ഗുരുനാഥൻ പഠിച്ച തത്വങ്ങളെ കുറിച്ചൊക്കെ ആലോചിച്ചു. തങ്ങളുടെ അറിവുകൾ ഓരോരുത്തർ അവിടെ എഴുതാൻ തുടങ്ങി. അത് ലാസ്റ്റ് പലരും എഴുതി, അതൊന്നും ആയില്ല, ശരിയായില്ല. അപ്പൊ ലാസ്റ്റ് ഒരാൾ എഴുതി, മനസ്സ് എന്നൊന്നുണ്ട്, അതിൽ അറിവില്ലായ്മയും അശുദ്ധവും ഉണ്ട്. അല്ല, എഴുതിയതാ, മനസ്സ് എന്നൊന്നുണ്ട്, അതിൽ അറിവില്ലായ്മയും അശുദ്ധവും ഉണ്ട്, അതിനെ നീക്കിയാൽ ആത്മാ തെളിയും. ഇതാണ് അയാൾ എഴുതി വെച്ചത്. എല്ലാരും വിചാരിച്ചു അയാളാണ് യോഗ്യൻ, അല്ലെ? ആ എഴുതിയ കാര്യം എന്താണ്? മനസ്സെന്നൊന്നുണ്ട്, അതിൽ അറിവില്ലായ്മയും അശുദ്ധവും ഉണ്ട്, അതിനെ നീക്കിയാൽ ആത്മാ തെളിയും. എല്ലാവരും വിചാരിച്ചു അയാളാണ് യോഗ്യൻ. വേറെ അവിടെ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരുന്നൊരു പാവം ഒരാളുണ്ടായിരുന്നു. അയാളുടെ പരിപാടി അരിയിലെ കല്ലും അരി തിരിച്ച് പറക്കുക, അരി മൊത്തം കൊണ്ടുവിടും, അതിനകത്ത് കല്ല് പറക്കി മാറ്റുക, അരിയൊക്കെ ശുദ്ധമാക്കി വെക്കുന്ന ഒരാൾ. അയാള് ഇങ്ങനെ ക്ലാസ് ഒന്നും കാര്യമായിട്ട് അറ്റൻഡ് ചെയ്യാറില്ല. പുള്ളി ഇങ്ങനെ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കും. ഗുരുവിൽ ഭയങ്കര വിശ്വാസമാണ്, ഗുരു പറയുന്നതെല്ലാം ചെയ്യും. ഗുരുവിനുള്ള വിശ്വാസമാണ് ഏറ്റവും കൂടുതൽ. ക്ലാസ്സുകളൊന്നും കാര്യമായിട്ട് അറ്റൻഡ് ചെയ്യില്ല. സ്വയം ഈ പറഞ്ഞ മാതിരി അവൻ്റെ കുറവുകളൊക്കെ അറിയാം. അയാൾ എഴുതി, നിർബന്ധിച്ച് ഇവരെല്ലാവരും കൂടെ, ഞങ്ങളെല്ലാവരും എഴുതി. ഇപ്പൊ മറ്റൊരാളെ അയാൾ തന്നെയായിരിക്കും സെലക്ഷൻ കിട്ടാൻ പോണെന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇയാളോട് ഇവരെല്ലാരും കൂടെ നിർബന്ധിച്ച് എന്തെങ്കിലും എഴുത് എന്ന് പറഞ്ഞ് നിർബന്ധിച്ചു. അയാൾ എഴുതി, മനസ്സ് എന്നൊന്നില്ല. അയാൾ എഴുതിയതാ, ജോലിക്കാരനാണ്, അരി വൃത്തിയാക്കുന്ന ആളാണ്. മനസ്സ് എന്നൊന്നില്ല, ഉള്ളത് ഞാൻ മാത്രം. ഞാൻ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. മനസ്സ് ഉണ്ടെങ്കിലല്ലേ അറിവില്ലായ്മയെല്ലാം ഉണ്ടാവുകയുള്ളൂ. മനസ്സില്ലെന്നേ, മനസ്സില്ല. അയാൾ എഴുതി വെച്ച വളരെ കറക്റ്റ് കാര്യമാണ്. മനസ്സെന്നില്ല എന്ന് എഴുതി. ഞാൻ മാത്രമേ ഉള്ളൂ. വലിയ അറിവല്ലേ എഴുതി വെച്ചേ, ഏറ്റവും വലിയ അറിവാണ് എഴുതി വെച്ച്. ഫസ്റ്റ് സ്റ്റേജില് മനസ്സുണ്ട്. നമ്മളങ്ങനെ പഠിക്കുമ്പോൾ ആദ്യത്തെ സ്റ്റേജിൽ മനസ്സുണ്ട്, അതില് അശുദ്ധമുണ്ട്, അജ്ഞാനമുണ്ട്, എല്ലാം ഉണ്ട്. സെക്കൻഡ് സ്റ്റേജില് മനസ്സില്ല, അതാണ് ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് അയാൾ പറഞ്ഞത്. ആത്മാ മാത്രം. അപ്പോ ഈ അറിവ് കിട്ടുന്നത് വെറുതെ വായന കൊണ്ടോ പഠിത്തം കൊണ്ടോ മാത്രം കിട്ടില്ല, ഒരു ഈശ്വരാനുഗ്രഹം കൂടെ വേണം. ഈ അരി ശുദ്ധമാക്കുന്ന ആള് അയാൾ അത്രയും മനഃശുദ്ധിയുള്ളവനായിരുന്നിരിക്കണം.
അതുകൊണ്ടാണ് അയാൾക്ക് മനസ്സിലായത് മനസ്സൊന്നുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ, ഞാൻ മാത്രം. വേറൊന്നില്ല എന്നുള്ള അവസ്ഥ വന്നില്ലേ? അദ്വൈതം വന്നില്ലേ? കറക്റ്റായിട്ട് അദ്വൈതത്തിൽ അയാൾ നിൽക്കുന്നത്. അപ്പോ അയാളാണ് ഏറ്റവും നല്ല യോഗ്യനായ അവിടത്തെ ആളായിട്ട് മാറിയത്. അപ്പൊ ഫസ്റ്റ് സ്റ്റേജിൽ മനസ്സുണ്ട്, അതാണ് ആദ്യം എഴുതിയ ആള് അശുദ്ധം ഉണ്ട്, അജ്ഞാനമുണ്ട് എന്ന് എഴുതിയത്. സെക്കൻഡ് സ്റ്റേജിൽ മനസ്സില്ല, ഞാൻ ആത്മാ മാത്രം. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഈ കഥ. കർമ്മയോഗം കൊണ്ട് അശുദ്ധം നീക്കണം. നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ കർമ്മയോഗം, ആ കർമ്മയോഗം കൊണ്ടാണ് മനസ്സിലെ അശുദ്ധങ്ങളെ എല്ലാം നീക്കുന്നത്. അത് ചെയ്തേ പറ്റുള്ളൂ. എല്ലാ കർമ്മങ്ങളും ചെയ്യണം. ഒരു ശരീരം കിട്ടിയാൽ കർമ്മം ചെയ്തേ പറ്റുള്ളൂ. എല്ലാവരും പറയും, എല്ലാ ഗുരുനാഥന്മാരും പറയും ശ്വാസോച്ഛ്വാസം പോലും ഒരു കർമ്മമാണ് എന്ന് പറയും. എല്ലാ ഗുരുനാഥന്മാരും പറയും. അതേമാതിരി ഭഗവത്ഗീത കർമ്മയോഗത്തെ കുറിച്ച് വളരെ ഗംഭീരമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കർമ്മം ചെയ്യാതിരിക്കാൻ സാധിക്കില്ല. കർമ്മത്തെ യോഗമാക്കണം, കർമ്മത്തെ മുഴുവൻ ഈശ്വരൻ അർപ്പിച്ചുകൊണ്ട് അതിനെ യോഗമാക്കണം എന്നാണ് കർമ്മത്തെ കുറിച്ച് പറയുന്നത്. എല്ലാ കർമ്മവും ചെയ്തേ പറ്റുള്ളൂ. നമുക്ക് അനുവദിച്ചു വരുന്ന കർമ്മങ്ങൾ, നമ്മുടെ മുമ്പിൽ വന്നുപെടുന്ന കർമ്മങ്ങൾ നമ്മൾ ചെയ്യേണ്ടതാണ്, അത് ചെയ്തിരിക്കും. ജ്ഞാനയോഗം കൊണ്ട് അറിവില്ലായ്മയെ നീക്കണം. കർമ്മയോഗം കൊണ്ട് എന്താണ്? അശുദ്ധത്തെ, മനത്തിലെ അശുദ്ധത്തെ മാറ്റി മനസ്സിനെ ശുദ്ധമാക്കണം. ജ്ഞാനയോഗം കൊണ്ട് അറിവില്ലായ്മയെ നീക്കി, മനസ്സിലെ അറിവില്ലായ്മയെ നീക്കി അവിടെ അറിവിനെ കൊണ്ട് നിറഞ്ഞ് അജ്ഞാനത്തെ നീക്കണം. അവിടെ അറിവിനെ കൊണ്ട് നിറച്ച് അജ്ഞാനത്തെ നീക്കണം. ആദ്യത്തെ ആൾക്ക് എന്താണ്? മനസ്സുണ്ട്, അതിൽ അശുദ്ധമുണ്ട് എന്നൊക്കെ പറഞ്ഞ ആൾക്ക് എന്താണ്? അയാൾക്ക് ലോകമുണ്ട്. അതുകൊണ്ടാണ് അയാൾ അങ്ങനെ എഴുതിയത്. അയാൾക്ക് ലോകമുണ്ട്, ലോകത്തെ കണ്ടുകൊണ്ടിരിക്കുന്നു, മനസ്സിന് അശുദ്ധമുണ്ടെന്ന് അയാൾ പറഞ്ഞു. രണ്ടാമത്തെ ആൾക്ക് ജ്ഞാനമുണ്ട്, അയാൾ ജ്ഞാനിയായി. ഈ ഗുരുനാഥന്റെ ക്ലാസ് അയാൾ വല്ലപ്പോഴും ഗുരുനാഥന്റെ സാമീപ്യം മാത്രം മതിയല്ലോ, അത്രയും ഗുരുവിൽ വിശ്വാസമാണ്. ആ ഗുരുവിന്റെ സ്വാമീപ്യം കൊണ്ട് തന്നെ മാത്രമല്ല അയാളുടെ മനസ്സിൽ ഒരു തരത്തിലുള്ള കള്ളത്തരോ അജ്ഞാനം ഒന്നുമില്ലായിരുന്നു. അയാൾ ശുദ്ധമായ മനസ്സായിരുന്നു. അതുകൊണ്ട് കൂടുതൽ ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. എപ്പോഴോ ജ്ഞാനത്തെ കുറിച്ച് കേട്ടിട്ടുണ്ട്, അയാൾക്ക് ഉള്ളിൽ ജ്ഞാനമായിട്ടുണ്ട്. അപ്പോ അയാൾക്ക് ജ്ഞാനി ആയതുകൊണ്ട് അദ്വൈതം മാത്രമേ ഉള്ളൂ അയാളുടെ ഉള്ളിൽ. അതുകൊണ്ട് അയാൾ പറയാൻ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് അയാൾ പറഞ്ഞു. മനസ്സൊന്നും ഇല്ലെന്നേ എന്ന് പറഞ്ഞു. അതാണ് ഈ ശ്ലോകം ഇവിടെ പറയുന്നത്. ഉള്ളതൊന്നു മാത്രം. എന്താണ് ശ്ലോകം? യഥൈവ മൃണ്മയ കുംഭഃ തദ്വദ്ദേഹോപി ചിന്മയഃ. അതാണ് ശ്ലോകം. യഥൈവ മൃണ്മയഃ കുംഭഃ. യഥാ ഏവ, യഥൈവ എന്ന് പറഞ്ഞാൽ യഥാ ഏവ, എവ്വിധം, ഏത് വിധത്തിൽ. കുംഭഃ എന്ന് പറഞ്ഞാൽ പാത്രത്തെയാണ് ഇവിടെ ഉദ്ദേശിച്ചത്. പാത്രം. മൃണ്മയഃ കളിമൺ സ്വരൂപമാണ്. മയഃ എന്നാൽ ഇവിടെ സ്വരൂപം എന്നാണ് എടുത്തിരിക്കുന്നത്. മൃണ്മയഃ എന്നുള്ളത് കൊണ്ട് കളിമൺ സ്വരൂപം. മയഃ എന്നതിനെ ഇവിടെ സ്വരൂപമായിട്ടാണ് പറയുന്നത്. പാത്രം എന്നൊന്നില്ല, ഉള്ളത് കളിമൺ സ്വരൂപം മാത്രം. അങ്ങനെ മനസ്സിലാക്കണം. അത് ആദ്യത്തെ സ്റ്റേജിൽ അങ്ങനെ നമുക്ക് പറയാൻ മനസ്സിലാക്കാൻ പറ്റുമോ? പറ്റുകയേ ഇല്ല, ഒട്ടും പറ്റില്ല. ഇപ്പോഴോ? ഇപ്പൊ കുറേശ്ശെ മനസ്സിലാവുന്നു അല്ലെ? കളിമൺ ഇല്ല, പാത്രമില്ല, എല്ലാം കളിമൺ തന്നെയാണ്. അതുവരെ ആഭരണങ്ങൾ എന്നൊന്നില്ല, എല്ലാം സ്വർണം തന്നെയാണ്, ആധാരമായ സ്വർണം തന്നെയാണ്. പിന്നെ നാമരൂപങ്ങൾ നമ്മുടെ വ്യവഹാര സൗകര്യത്തിനായിട്ട് നാമരൂപങ്ങൾ. അങ്ങനെ മനസ്സിലാക്കി എളുപ്പമായി, വ്യവഹാര സൗകര്യത്തിനായിട്ട്. തദ്വത് അതുപോലെ, ഇതുപോലെ കളിമൺ സ്വരൂപമാണ് പാത്രം എന്നതുപോലെ പാത്രം എന്നൊന്നില്ല, ഉള്ളത് കളിമൺ സ്വരൂപം മാത്രം. തദ്വത് എന്നതുപോലെ ദേഹഃ അപി ചിന്മയഃ. ദേഹഃ അപി ചിന്മയഃ. ദേഹവും ചൈതന്യസ്വരൂപമാണ്. ദേഹവും ചൈതന്യസ്വരൂപമാണ്. നമ്മൾ ആദ്യം പഠിക്കുമ്പോ എന്താണ് പറയുക? ദേഹം ജഡം, അങ്ങനെയല്ലേ പഠിച്ചേ? ദേഹം ജഡമാണ്, ചൈതന്യം അതിനെ നിലനിർത്തുന്നു. ഇതാണ് നമ്മുടെ ആദ്യം പഠിച്ച സ്റ്റെപ്പ്. ദേഹം ജഡമാണ്, ചൈതന്യം അതിനെ നിലനിർത്തുന്നു. ഇങ്ങനെയാണ് പഠിച്ചത്, ഒരു സംശയമില്ല. അങ്ങനെ തന്നെയാണ് പഠിച്ചിരിക്കുന്നത്. ഇപ്പോഴും അതിൽ നിന്ന് മാറിയിട്ടുണ്ടോന്ന് പറഞ്ഞൂടാ, മാറിയിരിക്കണം. ദേഹി വിവേകമൊക്കെ ചെയ്തല്ലോ നമ്മളപ്പോ, അല്ലേ? ആത്മ അനാത്മ വിവേകം പോലെ ദേഹി അങ്ങനെയൊക്കെ വിവാദം ചെയ്തിട്ടുണ്ട്. ദേഹം വേറെ, ദേഹി വേറെ.
അപ്പൊ ആ ദേഹത്തെ, ജഡമായ ദേഹത്തെ പ്രകാശിപ്പിക്കുന്ന ചൈതന്യം എന്നൊക്കെ പഠിച്ചു. ഇപ്പോ ഏറ്റവും ഉയർന്ന തലത്തിലാണ് പറയുന്നത്, വളരെ വളരെ ഉയർന്ന തലത്തിൽ. ദേഹ ചിന്മയ, ശരീരം ചൈതന്യ സ്വരൂപം. മറ്റേതങ്ങനെയല്ല, ശരീരം ജഡം, ചൈതന്യം ശരീരത്തെ, ജഡമായ ശരീരത്തെ ചൈതന്യവത്താക്കുന്നു എന്നാണ് നേരത്തെ പഠിച്ചത്. വളരെയധികം ശ്രദ്ധിക്കണമേ. ഈ അഡ്വാൻസ്ഡ് സ്റ്റേജ് വളരെ 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 ശ്രദ്ധിക്കേണ്ട ഭാഗമാണ്. ഇത് ചുമ്മാ ആരോടും പോയി പറയരുത്. നമ്മൾ ഈ പഠിക്കുന്ന കാര്യങ്ങൾ വിളമ്പരുത്, ആരോടും വിളമ്പരുത് ദയവേത്. ഇതൊന്നും ആർക്കും പിടികിട്ടത്തില്ല. നമുക്ക് തന്നെ എത്രയോ പ്രാവശ്യം കേട്ടും എത്രയോ വിചാരം ചെയ്താലും മാത്രമേ ഇത് ഉള്ളിൽ ഉറയ്ക്കുള്ളൂ. അതുകൊണ്ട് ഇത് അങ്ങനെ വെറുതെ സംസാരിക്കേണ്ട കാര്യങ്ങളല്ല. വളരെ ശ്രദ്ധ വേണം ആ കാര്യത്തില്. ദേഹ ചിന്മയം, ശരീരം ചൈതന്യ സ്വരൂപം. ഇപ്പോൾ ഇങ്ങനെ പറയാൻ കാരണം, ദേഹം അതായത് ശരീരം വെറും നാമരൂപം മാത്രമാണ്. വെറും നാമരൂപം മാത്രമാണ്. കളിമണ്ണില് ഒരു രൂപം ആണ് പാത്രം, കളിമൺ തന്നെയാണ്. അതുപോലെ ചൈതന്യത്തിന്റെ ഒരു രൂപം മാത്രമാണ് ഈ ശരീരം, ഈ കാണുന്ന പ്രപഞ്ചം മുഴുവൻ. അതുകൊണ്ടല്ലേ മിഥ്യ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് നേരത്തെ. എല്ലാം മാത്രമല്ല, വ്യവഹാരം ചെയ്യുന്നതെല്ലാം ബ്രഹ്മത്തിനോടാണ്. സർവാത്മകത, എല്ലാം ആത്മാവാണെന്ന് കാണണം എന്ന് പറഞ്ഞു. കഴിഞ്ഞ ശ്ലോകങ്ങളെല്ലാം അത് ഗംഭീരമായിട്ട് പറഞ്ഞതാണ്. അത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഇവിടെ വരാൻ. അതുപോലെ ചൈതന്യത്തിന്റെ ഒരു രൂപമാണ് ശരീരം. സർവസ്ഥലത്തും നിറഞ്ഞു നിൽക്കുന്ന ആ ചൈതന്യത്തിന്റെ ഒരു രൂപം ഈ ശരീരം, വേറൊരു രൂപം അടുത്ത ശരീരം, വേറൊരു രൂപം ജന്തുക്കളുടെ ശരീരം, വേറൊരു രൂപം പഞ്ചഭൂതങ്ങൾ. ഓരോന്നും ആ ചൈതന്യത്തിന്റെ നാമരൂപങ്ങൾ മാത്രമാണ്. തിരിച്ചു പോണം, നമ്മൾ പുറകിലേക്ക് പോയി കഴിയുമ്പോൾ അറിയാം എവിടുന്നാണ് ഇതെല്ലാം ഉണ്ടായി വന്നത്. അപ്പൊ കാര്യകാരണം പറഞ്ഞില്ലേ? കാരണത്തിൽ നിന്ന് ഒരു കാര്യം ഉണ്ടായി കഴിയുമ്പോൾ കാര്യവും കാരണം എന്താണ്? കാര്യത്തില് കാരണത്തിന്റെ സകല കാര്യങ്ങളും കാണും, അല്ലെങ്കിൽ പറ്റത്തില്ലല്ലോ. അതുപോലെ വളരെ ശക്തമായിട്ട് ഉള്ളിലേക്ക് ചിന്തിച്ച് പോണം. അപ്പോ പറയാം, അതുപോലെ ചൈതന്യത്തിന്റെ ഒരു രൂപമാണ് ശരീരം. അപ്പോ പഞ്ചഭൂതമോ? അടുത്ത ചോദ്യം. ചൈതന്യത്തിന്റെ ഒരു രൂപം ഈ ശരീരം, ശരി. അപ്പൊ പഞ്ചഭൂതമോ? അതും നാമരൂപമല്ലേ? ആണ്, അതും നാമരൂപങ്ങൾ മാത്രമാണ്. അപ്പൊ അടുത്ത ചോദ്യം, അതിനു മുമ്പുള്ള സൃഷ്ടിയുടെ സൂക്ഷ്മ പഞ്ചഭൂതമോ? അതും നാമരൂപം മാത്രം. അപ്പൊ ആകെ ഉള്ളത് എന്താണ്? ആകെ ഉള്ളത് ചൈതന്യം മാത്രം. ചൈതന്യത്തിൽ നിന്ന് സൂക്ഷ്മം, സൂക്ഷ്മത്തിൽ നിന്ന് സ്ഥൂലം, സ്ഥൂലമാണ് ഈ കാണുന്നതല്ല. പിന്നെന്ത് പറഞ്ഞു? ആത്മ അനാത്മ വിഭാഗ അയം. അടുത്ത വരി, ആത്മ അനാത്മ വിഭാഗ അയം. ദേഹം അനാത്മാ, ദേഹി ആത്മാ എന്നെല്ലാം പറയുന്ന വിഭാഗം, അതായത് പിരിച്ചു പറയുന്നത് നേരത്തെ പറഞ്ഞല്ലോ നമ്മള്, അവിടേക്ക് വരികയാണ്. ആത്മ അനാത്മ വിഭാഗ അയം, ആത്മാനാത്മ വിഭാഗോയം മുധൈവ ക്രിയതേ ബുധൈഹി. മുധായേവ, പ്രയോജനമില്ലാത്ത വിധം, അബുധൈഹി, അദ്വൈത അജ്ഞാനികളാൽ പറയപ്പെടുന്നു. മുധൈവ ക്രിയതേ ബുധൈഹി, അബുധൈഹി മുധ ഏവ ക്രിയതേ. അദ്വൈത അജ്ഞാനികളാൽ, അദ്വൈതം അറിയാത്തവർ, അജ്ഞാനികളാൽ, മുധായേവ, പ്രയോജനമില്ലാത്ത വിധം പറയപ്പെടുന്നു. അതായത് പുരുഷാർത്ഥമില്ലാതെ പറയാണത്. ക്രിയതേ, അങ്ങനെ ചെയ്യപ്പെട്ടിരിക്കുന്നു. അജ്ഞാനികളാണ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ അജ്ഞാനി ആയിരുന്നു എന്നുള്ളതിന്റെ തെളിവാണ് അല്ലേ? നമ്മൾ ആത്മാനാത്മ വിവേകമല്ലേ അന്ന് പറഞ്ഞു തന്ന്. നമ്മൾ അജ്ഞാനി ആയിരുന്നുകൊണ്ടാണ് അന്നേരം അദ്ദേഹം, അജ്ഞാനിക്ക് എവിടെ നിന്ന് തുടങ്ങണമെന്ന് ശങ്കരാചാര്യസ്വാമികൾക്ക് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് അജ്ഞാനത്തിന്റെ ശക്തി എത്രമാത്രം ഉണ്ട്, എത്രമാത്രം അത് ഉറച്ചിരിക്കുന്നു, എത്രയോ ജന്മങ്ങളായിട്ട് നമ്മളിൽ അത് ഉറച്ചിരിക്കുന്നത് കൊണ്ട് അവിടെ നിന്ന് തുടങ്ങി ആര്? ആചാര്യസ്വാമി. ഇപ്പോ
ഇത്രയൊക്കെ പഠിപ്പിച്ചപ്പോ നമ്മളൊക്കെ കുറച്ച് മനസ്സിലാക്കി കാണുമെന്ന് അദ്ദേഹത്തിന് തോന്നിയത് കൊണ്ട് ഈ ശ്ലോകം കൊണ്ടുവന്നു. വേദാന്തം പഠിച്ച ശേഷം നാം പറയുന്നത് വേറെ വിധമായിരിക്കും, അല്ലെ? വേദാന്തം പഠിച്ച ശേഷം പറയുന്നത് വേറെ വിധമായിരിക്കും. എങ്ങനെയാ പറയാ? ശരീരത്തിന് സുഖമില്ല എന്ന് പറയുന്നതിന് വരെ എന്ത് പറയും? അന്നമയകോശം ശരിയല്ല. ഇത് മനസ്സിലെ പറയാവൂ, പുറത്തൊന്നും പറഞ്ഞുകൊണ്ട് നടക്കരുത്. പിന്നെ അടുത്ത സംഭവം ഹോസ്പിറ്റലായിരിക്കും നമ്മൾ, അതുകൊണ്ട് സൂക്ഷിക്കണം. ശരീരം സുഖമില്ല എന്ന് പറയുന്നതിന് അന്നമയകോശം ശരിയല്ല എന്ന് പറയും. ആത്മ അനാത്മ വിവേകം മാത്രം ചെയ്ത് അദ്വൈതത്തിലേക്ക് വന്നില്ലെങ്കിൽ ഈ പ്രയത്നം വെറുതെയാകും. ആത്മ അനാത്മ വിവേകം മാത്രം ചെയ്ത് അവിടെ നിന്നാൽ അദ്വൈതത്തിലേക്ക് വന്നില്ലെങ്കിൽ ഈ പ്രയത്നം, നമ്മൾ ഇത്രയും നാളെ ചെയ്ത പ്രയത്നം വെറുതെയാണ്. പലരും, വലിയൊരു കാര്യം പറയാണ് നമ്മുടെ ഗുരുനാഥൻ, പലരും വേദാന്തം പഠിച്ച് പ്രയോജനമുണ്ടാകാത്തത് അവര് ആദ്യത്തെ സ്റ്റെപ്പിൽ തന്നെ നിൽക്കുന്നത് കൊണ്ടാണ്. ഇപ്പോഴും ആത്മ അനാത്മ വിവേകം ചെയ്തുകൊണ്ടിരുന്നാൽ ജ്ഞാനമായി എന്ന് പറയാൻ പറ്റുമോ? അപരോക്ഷ അനുഭൂതി കിട്ടുമോ? കിട്ടില്ല. അത് പഠിക്കുമ്പോഴുള്ള സ്റ്റെപ്പല്ലേ, അവിടെ നിന്ന് മുന്നോട്ട് വരണം, വന്നേ പറ്റുള്ളൂ. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പിൽ തന്നെ നിൽക്കുന്നത് കൊണ്ടാണ് ആർക്കും വേദാന്തം പഠിച്ചിട്ടും പ്രയോജനം ലഭിക്കാത്തത്. ഇത് വേദാന്തം പഠിച്ച കാര്യമാണ്, വേദാന്തം പഠിച്ചിട്ടും എന്നുള്ളതാണ് പറയുന്നത്. ഇതൊന്നുമല്ലാത്ത അവസ്ഥ നമ്മൾ നോക്കിയാൽ അറിയാലോ. ഈശ്വരനെ വേറെയായിട്ട് കണ്ടുകൊണ്ട് അമ്പലത്തിൽ പോകുന്നു, വഴിപാട് കഴിക്കുന്നു. ഈശ്വരൻ അനുഗ്രഹിക്കുന്ന ആളും നമ്മൾ പ്രാർത്ഥിക്കുന്ന ആളും, ഇതാണല്ലോ ഇപ്പോഴത്തെ അവസ്ഥ. എല്ലാവരുടെയും അവസ്ഥ ഇത് തന്നെ. ഈശ്വരൻ എന്നൊരു ശക്തി പ്രേരിക്കുന്നു, നമ്മളൊരു ശക്തി കുറഞ്ഞ ആള്, ഒരു മനുഷ്യൻ എന്ന തീർത്തും മോശമായ അവസ്ഥയിൽ തീരെ ശക്തിയില്ലാത്ത ഒരാള്, മറ്റേത് ഭയങ്കര വലിയ ശക്തിയുള്ള ഒരാൾ ഈശ്വരൻ. നമ്മൾ ശക്തിയില്ലാത്ത ആൾ ശക്തിയുള്ള ആളോട് ചോദിക്കുന്നു, ധനമില്ലാത്ത ആൾ ധനമുള്ള ആളോട് ചോദിക്കുന്നു, ഭിക്ഷക്കാരൻ പ്രഭുവിനോട് ചോദിക്കുന്നു. അതുപോലെ നമ്മൾ ദരിദ്രരായിട്ട് ഭിക്ഷക്കാരായിട്ട് നമ്മൾ ആരോട് ചോദിക്കുന്നു? മഹാപ്രഭുവിന്റെ, ധനികനായ മഹാപ്രഭുവിനോട് ചോദിക്കുന്നതല്ല ഇപ്പോഴത്തെ അവസ്ഥ. എല്ലാ അമ്പലത്തിലും ചെന്ന് തന്നെ പ്രാർത്ഥിക്കുന്ന ഭഗവാനെ അത് തരണേ, ഇത് തരണേ, മറ്റേ തരണേ, മറിച്ച് തരണേ, ഇനി കാര്യങ്ങൾ നടത്തി തരണേ, ശരീരത്തിലെ അസുഖം മാറ്റി തരണേ, സകല ചുമതലയും ഭഗവാനാണ്. അവിടെ ചെന്ന് ഇത് എങ്ങനെ കൈനീട്ടി ചോദിക്കലല്ലാതെ എന്തെങ്കിലും ഉണ്ടോ അമ്പലത്തിൽ പോയിട്ട്? ഇനി മാത്രമല്ല, ഭഗവാൻ തന്ന എത്രയോ പൈസ കയ്യിലുണ്ട്, അത് ഈശ്വരൻ തന്നതാണെന്നുള്ള ബോധമൊന്നുമില്ല. അതിൽ നിന്ന് ഭഗവാന് വലിയൊരു ദയ കാണിക്കുന്ന പോലെ ഭഗവാൻ അവിടെ കൊടുക്കും, കൈക്കൂലി കൊടുക്കുന്ന പോലെയാണ്. ഭഗവാന് കൊടുക്കും. പിന്നെ ചില നേർച്ചകളൊക്കെ നേരും, എനിക്ക് കുഞ്ഞുണ്ടായാൽ ഞാനിത് ചെയ്തോളാം, വിവാഹം കഴിഞ്ഞാൽ ഞാൻ ഇന്ന് ചെയ്തോളാം. ചിലർ അഡ്വാൻസ് ആയിട്ട് ശയനപ്രദർശനം ചെയ്തേക്കാം, അടുത്ത പ്രാവശ്യം എനിക്കത് ശരിയാക്കി തരണേ. പിന്നെ അത് ചിലര് കഴിഞ്ഞിട്ട് ശയനപ്രദർശനം ചെയ്യാം. ഇങ്ങനെ പല പല രീതിയിൽ എല്ലാത്തിലും കൊടുക്കൽ വാങ്ങലല്ലാതെ ഇല്ല. ഏറ്റവും കഷ്ടമായൊരവസ്ഥയാണ്. കൊടുക്കൽ വാങ്ങലല്ലേ ഭഗവാനുമായിട്ട് ചെയ്യുന്നത്? ആലോചിച്ച് നോക്കണം, എത്ര താഴെയാണ് നമ്മൾ നിൽക്കുന്നത്, എത്ര താഴെ. ഒരു സ്റ്റെപ്പിൽ അത് ആവശ്യമാണ്, അല്ലെന്ന് പറയുന്നില്ല. ഒരു സ്റ്റെപ്പിൽ ആവശ്യമാണ്. ധാർമ്മികമായിട്ട് ജീവിക്കണമെങ്കിൽ ആ സ്റ്റെപ്പിൽ കൂടെ വേണം, അല്ലെങ്കിൽ അധർമ്മമായി പോകും. വല്ലവരുടെ കയ്യിലുള്ള പിടിച്ചു മേടിക്കുന്ന പരിപാടിയാവില്ലേ? ഉള്ളവന്റെ കയ്യിൽ നിന്ന് ഇല്ലാത്തവൻ പിടിച്ചു മേടിക്കുന്ന ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ ധാർമ്മികമല്ല. അപ്പൊ അതില്ലാതെ സർവവുമുള്ള ഈശ്വരനോട് പോയി പ്രാർത്ഥിക്കുന്നത് തെറ്റല്ല. പക്ഷേ വേദാന്തം പഠിച്ച ആള്, ജ്ഞാനം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആള്, മോക്ഷം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആള്, ജീവിതത്തിന്റെ അന്തിമ ലക്ഷ്യത്തിലേക്ക് എത്തണം എന്ന് പറയുന്ന ആള്, ഇനിയൊരു ജന്മം ഉണ്ടാകരുത് എന്ന് പറയുന്ന ആള്, അമൃതാവസ്ഥയിൽ ഇരിക്കണം എന്ന് വിചാരിക്കുന്ന ആള് ആ സ്റ്റെപ്പിൽ നിന്ന് മുന്നോട്ട് വന്നേ പറ്റുള്ളൂ. അങ്ങനെ നിൽക്കരുത്. അപ്പോ പഠിത്തം കൊണ്ട് പ്രയോജനം ഉണ്ടാകണം, ഇല്ലെങ്കിൽ നമ്മളും ഈ പറഞ്ഞ ആത്മ അനാത്മ വിവേകത്തിൽ നിൽക്കും. ഇപ്പൊ നമ്മൾ അവിടെ നിന്ന് മുന്നോട്ട് വന്നിരിക്കുന്നു. നമുക്ക് ഇനി ഒന്നേ ഉള്ളൂ, ആത്മാ മാത്രം. അതിന് ഒരു കാര്യം പറയും. ഇപ്പോ നിഷ്ഠ ഉണ്ടാകണം, നിഷ്ഠ ഉണ്ടെങ്കിൽ വരുള്ളൂ. നിഷ്ഠനാകണം, നമ്മൾ അറിവ് നേടി നിഷ്ഠനാകണം, വളരെ നിർബന്ധം. അപ്പോ ഫലമായി. നിഷ്ഠയായാലേ ഫലം വരുള്ളൂ. അതിന് ഇനി വരുന്നുണ്ട്, ആചാര്യസ്വാമി ഇനി പറയുന്നുണ്ട് എങ്ങനെയാണ് നിഷ്ഠനാകുന്നതൊക്കെ പറയുന്നുണ്ട്. ഒരു 50 അടി കുഴിച്ചാൽ ധാരാളം വെള്ളം കിട്ടുന്നിരിക്കുക. കിണർ കുഴിക്കുന്നു, 50 അടി കുഴിച്ചാൽ ധാരാളം വെള്ളം കിട്ടും.
അപ്പൊ ഒരാൾ ചോദിക്കുകയാണ് 50 അടി കുഴിച്ചാൽ വെള്ളം കിട്ടും അല്ലേ? 10 അടി കുഴിച്ചാൽ കുറച്ച് കിട്ടില്ലേ? എങ്ങനെയുണ്ട് ചോദ്യം? 50 അടി കുഴിച്ചാൽ വെള്ളം കിട്ടും എന്ന് പറഞ്ഞപ്പോ പറഞ്ഞേച്ച് അങ്ങനെ പോയി 50 അടി താത്തിക്കോളൂ വെള്ളം കിട്ടും കേട്ടോ. അപ്പോ വളരെ ബുദ്ധിപരമായിട്ട് പറയാണ് 50 അടി കുഴിച്ചാൽ ധാരാളം വെള്ളം കിട്ടും. 10 അടി കുഴിച്ചാൽ കുറച്ച് കിട്ടില്ലേ? 10 അടി കുഴിച്ചാൽ പോരേന്ന്. ഇതുപോലെയാണ് നമ്മൾ മണ്ടത്തരം പറയുന്നത്. ഇതുപോലെയാണ് നമ്മുടെ മണ്ടത്തരം അല്ലേ? ആലോചിച്ച് നോക്കുക. വേദാന്തം മുഴുവൻ പഠിച്ചിട്ട് അങ്ങനെയായാൽ പോരെന്ന് ചോദിച്ചാൽ പറ്റുമോ? വേദാന്തം പഠിച്ചതിന്റെ അവസാനത്തിൽ എത്തിക്കഴിഞ്ഞാൽ അതുപോലെ തന്നെ വേണം, നിഷ്ഠ വേണം. നിഷ്ഠയില്ലാതെ പഠിച്ചു എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. മുഴുവൻ ജ്ഞാനം വന്നാലേ ഫലം കിട്ടുള്ളൂ. പരിപൂർണ ജ്ഞാനം വന്നാലേ ആ ഫലം നമുക്ക് അറിയപ്പെടുള്ളൂ. ഇപ്പൊ നമുക്ക് ആ ഫലം അറിയുന്നില്ല. എങ്ങനെ അറിയും? നിഷ്ഠ ഉണ്ടാവണം. നിഷ്ഠയ്ക്കുള്ള വഴിയൊക്കെ പറയാൻ പോകുന്നുണ്ട്. എന്തൊക്കെ എങ്ങനെയാണ് ജീവിക്കേണ്ടത്. ഇത്രയും അറിവ് വന്നു കഴിഞ്ഞിട്ട് ഇനി അങ്ങനെ മുന്നോട്ട് ജീവിക്കണം. ഇനി നിധിധ്യാസനത്തിനെ കുറിച്ച് ഗംഭീരമായിട്ട് ആചാര്യസ്വാമി പറയാൻ പോകുന്നുണ്ട്. അതാണ് നമ്മുടെ മെയിൻ വിഷയം. അത് വരും. പക്ഷെ ഇപ്പോ തന്നെ മനസ്സിനെ പക്വമാക്കി എടുക്കണം. പക്വമാക്കി എടുക്കാനാണ് ഈ പറഞ്ഞത്. ആത്മാനാത്മ വിവേകത്തിനൊക്കെ കടന്നു വന്നിട്ട് സർവവും ആത്മാ, ഇവിടെ അനാത്മ എന്നൊന്നില്ല. വളരെ ക്ലിയർ ആണത്. വളരെ വളരെ ക്ലിയർ. ഏറ്റവും സന്തോഷം തോന്നി ഈ ഭാവമൊക്കെ വായിച്ച് മനസ്സിലാക്കുന്നു. അപ്പോ മുഴുവൻ ജ്ഞാനം വന്നാൽ ഫലം കിട്ടും. ഇപ്പൊ ചെറിയ ചെറിയ കുറെ കാര്യങ്ങളിൽ നമുക്കൊരു സമാധാനം വന്നിട്ടുണ്ട്. ഇല്ലെന്ന് പറയാൻ പറ്റില്ല. നമുക്കെല്ലാവർക്കും, പഠിക്കുന്ന എല്ലാവർക്കും തന്നെ കുറെ കാര്യങ്ങളിലേക്ക് നല്ല സമാധാനത്തോടുകൂടി ഇടപെടാൻ ഇപ്പൊ സാധിക്കുന്നുണ്ട്. കുറെ കാര്യങ്ങളിൽ സമാധാനം വന്നിട്ടുണ്ട്. പക്ഷെ മുഴുവനായിട്ട് ആബ്സല്യൂട്ടായിട്ട് ഫുള്ളായിട്ട് കിട്ടണ്ടേ? അതിന് ഈ നിഷ്ഠ കൂടിയേ തീരും. മോക്ഷം അദ്വൈത ജ്ഞാനത്തിലൂടെയേ വരും, അല്ലാതെ വരില്ല. ഇപ്പൊ നമ്മൾ ആരാണ്? നമ്മൾ സംസാരിയാണ്. ഇപ്പൊ ഞാൻ സംസാരിയല്ലെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. ഇപ്പൊ സംസാരിയാണ്, സാധകനാണ് അല്ലെ? ഇപ്പൊ സംസാരിയാണ്, സാധകനാണ്. അപ്പോ ആത്മാനാത്മ വിവേകത്തെ കുറിച്ച് എങ്ങനെ ചിന്തിക്കണമെന്ന് വളരെയധികം ശ്രദ്ധ വേണം. വേദാന്ത വിചാരത്തിന്റെ ആരംഭത്തില് നമ്മൾ ചെയ്യുന്ന വിചാരമാണ് ആത്മാനാത്മ വിവേകം. ഫസ്റ്റ് സ്റ്റെപ്പ് ദേഹദേഹി വിവേകം. അതാണ് തുടക്കം. നാം കണ്ടനുഭവിക്കുന്ന ശരീരം വേറെ ശരീരത്തിന് സാക്ഷിയായി, അല്ലെ, വേറൊരു ശരീരത്തിന് സാക്ഷിയായി അറിവ് സ്വരൂപമായിരിക്കുന്ന ചൈതന്യം ദേഹി, ഞാൻ അറിവ് സ്വരൂപം അഥവാ ആത്മാ, ശരീരം അനാത്മ, അല്ലെ? അങ്ങനെയല്ലേ പഠിച്ചേ? അത് വേറെ. ഇത് ആരംഭമാണ്. ഇതിനെ പിരിച്ചു പറയാൻ കാരണം നാം അതുണ്ട്. അതുകൂടെ പറഞ്ഞാൽ ഇത് മുഴുവനാവുള്ളൂ. ഇതിനെ പിരിച്ച് പറയാൻ കാരണം, ദേഹി ദേഹം എന്ന് പിരിച്ച് പറയാൻ ഒരു കാരണമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അതങ്ങനെ പറഞ്ഞത്. കാരണം നമ്മള് ഇത് രണ്ടും ഒന്നായി വിചാരിച്ചിരുന്നു. ഏത് രീതിയിലാണ് വിചാരിച്ചിരുന്നേ? രസകരമാണ് ആ ഭാഗം. നമ്മൾ ഒന്നായിട്ട് വിചാരിച്ചിരുന്നതാണ്. അത് തന്നെയല്ലേ ഇപ്പൊ പറയണെന്ന് ചോദിച്ചാൽ സംഗതി കുഴഞ്ഞു. ഇപ്പൊ നമ്മൾ അതാണല്ലോ പറയുന്നത്. അല്ല, അന്ന് പറഞ്ഞ ഒന്നല്ല ഇന്ന് പറയുന്ന ഒന്ന്. അന്ന് ദേഹത്തെ ഒന്നെന്ന് പറഞ്ഞു, ഇന്ന് ദേഹിയെ ഒന്നെന്ന് പറയുന്നു. രണ്ടും വ്യത്യാസമുണ്ട്. അന്ന് ദേഹവും ദേഹിയായിട്ട് ഇരിക്കുമ്പോ അങ്ങനെ മനസ്സിലാക്കുമ്പോൾ പോലും ദേഹം മാത്രമാണ് ഞാൻ എന്നാണ്. ഞാൻ എന്നാൽ ഈ ദേഹമാണ് എന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്നു. ഞാൻ എന്നാൽ ഈ ദേഹമാണെന്ന്. അഡ്രസ് ഉണ്ട്, ബയോഡാറ്റയുണ്ട്, എല്ലാ കാര്യങ്ങളുണ്ട്, ക്വാളിഫിക്കേഷൻ ഉണ്ട്, സകല നിറമുണ്ട്, പൊക്കമുണ്ട്, വണ്ണമുണ്ട്, മെലിഞ്ഞത് തടിച്ചത്, ഇങ്ങനെ ഇതാണ് ഞാൻ. അന്നത്തെ അവസ്ഥ. ഇന്നത്തെ അവസ്ഥ അതല്ല. സർവവും ബ്രഹ്മം എന്ന അവസ്ഥയാണ്. ഈ ശരീരം ബ്രഹ്മം, കണ്ണ് ബ്രഹ്മം, കാല് ബ്രഹ്മം, മൂക്ക് ബ്രഹ്മം, എന്റെ ശരീരം മുഴുവൻ ബ്രഹ്മം. ബ്രഹ്മം മാത്രമേ ഇവിടെ ഉള്ളൂ. രണ്ടു തമ്മിൽ അജഗജാന്തര വ്യത്യാസമല്ലേ? അപ്പൊ അന്നത്തെ സ്റ്റേജിൽ അത് പറഞ്ഞു. ഇന്നത്തെ സ്റ്റേജിൽ ഇത് മനസ്സിലാക്കണം. പറയല്ല, ഇത് മനസ്സിലാക്കുക. അപ്പൊ അന്ന് പിരിച്ചു പറയാൻ കാരണമുണ്ടായിരുന്നു. അന്ന്
ഈ ദേഹത്തെയാണ് ഞാൻ 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 എന്ന് പറഞ്ഞുകൊണ്ടിരുന്നേ. അതുകൊണ്ടാണ് അന്ന് അങ്ങനെ ആത്മ അനാത്മ ദേഹദേഹി എന്നൊക്കെ പിരിച്ചു പറഞ്ഞു തന്നത്. തെറ്റായൊരു വിചാരം ഉള്ളിൽ ഉണ്ടായിരുന്നു, അതാണ് അജ്ഞാനം. എനിക്ക് അജ്ഞാനമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കാഞ്ഞിട്ടാണ്. അജ്ഞാനം ഉണ്ടായിരുന്നു, നമുക്ക് എല്ലാവർക്കും അജ്ഞാനം ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. അപ്പോ തെറ്റായ വിചാരം അത് മാറാനാണ് ആദ്യത്തെ ആ പഠന രീതിയൊക്കെ ഉണ്ടായത്. ഒടുവിൽ അനാത്മാവിനെ എന്ത് പറഞ്ഞു? മിഥ്യ എന്ന് പറഞ്ഞു വന്നു. അതായത് അങ്ങനെ ഒന്നില്ല, തോന്നലാണ് എന്ന് പറഞ്ഞു. മിഥ്യ എന്നാൽ തോന്നലാണ്, ഉണ്ടെന്നുള്ള തോന്നലിനെയാണ് മിഥ്യ എന്ന് പറയുന്നത്. സാങ്കല്പികമാണ് അതെല്ലാം എന്ന് പറഞ്ഞു. അപ്പോ ആ ആംഗിളിൽ നോക്കുമ്പോ ഈ അനാത്മ മിഥ്യ എന്ന് നോക്കുമ്പോ, മിഥ്യ എന്നാൽ ഒരു വസ്തു വാസ്തവത്തിൽ ഇല്ല, ഉള്ളതുപോലെ തോന്നുന്നു, പക്ഷെ ഇല്ല, അതല്ലേ സത്യം. അങ്ങനെയെങ്കിൽ മിഥ്യയിൽ നിന്ന് പിരിക്കാനൊന്നുമില്ലല്ലോ എന്നൊരു ചോദ്യം. എന്തുമാത്രം ആഴങ്ങളിലേക്കാണ് പോകുന്നത്. അങ്ങനെയെങ്കിൽ മിഥ്യയിൽ നിന്ന് പിരിക്കാനൊന്നുമില്ലല്ലോ. എന്താ പിരിക്കേണ്ട? ഒന്നുമില്ല, മിഥ്യ ഇല്ലാത്തതല്ലേ, പിന്നെ ഇതിനെ പിരിക്കണേ? നല്ല ചോദ്യം. മിഥ്യ ഇല്ലല്ലോ. മിഥ്യ എന്ന് പറയാൻ ഉള്ള പോലെ തോന്നുന്നു, ഇല്ലാത്തതാണ്, പിന്നെ എന്തിനാ പിരിക്കാൻ പോകണം എന്നൊരു ചോദ്യം. അപ്പോ ആത്മ അനാത്മ വിവേകമേ വേണ്ടല്ലോ, കാരണം അനാത്മ എന്നൊന്നില്ലല്ലോ. ശരിയാണ്. ആചാര്യർ പറയുന്നു, ആത്മ അനാത്മ വിചാരം അജ്ഞാനികൾ ചെയ്യുന്നതാണ്. ആത്മാനാത്മ വിചാരം ആര് ചെയ്യുന്നു? അജ്ഞാനികൾ ചെയ്യുന്നു. അപ്പൊ നമ്മൾ ആരായിരുന്നു? അജ്ഞാനിയായിരുന്നു. അപ്പോൾ നമുക്ക് ആര് പറഞ്ഞു തന്നു? ആചാര്യസ്വാമി പറഞ്ഞു തന്നു. എന്ത് പറഞ്ഞു തന്നു? ആത്മാനാത്മ വിവേകം പറഞ്ഞു. ഇപ്പോൾ പറയുന്നു, ശരീരവും ചൈതന്യവും വേറെ വേറെ അല്ല, രണ്ടും ആത്മാ തന്നെ. അതും ഇതും ആത്മാ അല്ലാതെ ഒന്നുമില്ല. രണ്ടും ആത്മാന്നല്ല, ആത്മാ മാത്രമേ ഉള്ളൂ ഇവിടെ. കയറ് എങ്ങനെയാ ആദ്യത്തെ അധ്യാസത്തിൽ എങ്ങനെയാ ഉണ്ടായ? കയർ പാമ്പില് കയറ് വേറെ പാമ്പ് വേറെ. ശരിക്കും കയറാണെന്ന് മനസ്സിലാക്കിയാൽ പിന്നെ പാമ്പുണ്ടോ? ഇല്ല. കയറും പാമ്പും ഉണ്ടോ? ഇല്ലോ. കയർ മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ രണ്ടും ഒന്ന് തന്നെയല്ലേ? അതെ. എന്തിനെയാണ് തെറ്റിദ്ധരിച്ചത്? കയറിനെ. പാമ്പിനെ തെറ്റിദ്ധരിച്ച് കയറാവാണോ ചെയ്തല്ല, തിരിച്ചല്ലേ സംഭവിച്ചത്. പാമ്പെന്നത് സത്യമല്ല, അതാണ് മിഥ്യ. കയറെന്നത് സത്യവും. ആ ആംഗിളിൽ പറയുന്നു, യഥാ ഏവ മൃണ്മയഃ കുംഭഃ ദേഹഃ അപി ചിന്മയഃ. ഈ ശരീരവും ചൈതന്യസ്വരൂപം, ഇത് വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കേണ്ടതാണ്. ഈ ശരീരത്തെ എങ്ങനെ ചൈതന്യസ്വരൂപം എന്ന് പറയും എന്നാൽ, ഈ ഉടൽ തനിയായി ഇല്ലാത്തതാണ്, അത് ഏറ്റിവയ്ക്കപ്പെട്ടതാണ്, അത് ആരോപിക്കപ്പെട്ടതാണ് ഈ ഉടൽ. അപ്പോൾ ആരംഭത്തിലെ ആത്മ അനാത്മ വിവേകം എന്തിന്? അയമാത്മ അനാത്മ വിഭാഗ അബുധൈഹി ക്രിയതേ. ആത്മജ്ഞാനമില്ലാത്തവരാണ് ഈ വിഭാഗം ചെയ്യുന്നത്. വിഭാഗം ചെയ്യുന്നത് അങ്ങനെ പിരിച്ചു പറയുന്നത്. അത് വെറുതെയാണ്. മുധ ഏവ, പ്രയോജനമില്ലാത്തതാണ്. ഈ ശ്ലോകം പ്രത്യേകം ഓർത്ത്. 69ാമത്തെ ശ്ലോകം വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറഞ്ഞത്. നമ്മുടെ ഇതുവരെയുള്ള ആത്മാനാത്മ വിവേകത്തിൽ നിന്ന് നമ്മളെ ഉയർത്തി സർവവും ബ്രഹ്മം, ബ്രഹ്മം മാത്രമേ ഉള്ളൂ, അനാത്മ എന്നൊന്നില്ല എന്നിപ്പോ പറഞ്ഞിരിക്കുന്നു. ഈ ദേഹവും, നമ്മൾ നേരത്തെ ഈ ദേഹത്തെ ഒരു വല്ലാതെ കണ്ടോണ്ടിരുന്നു അല്ലെ? ആത്മാ വേറെ ദേഹം വേറെ. ഇപ്പൊ എന്ത് പറയുന്നു? ദേഹവും ആത്മാ തന്നെയാണ്. കാരണം അതിൽ നിന്നല്ലാതെ ഒന്നുമില്ലല്ലോ ഇവിടെ. സർവവും അതിൽ തന്നെയല്ലേ ഉള്ളൂ. ഇത് തിരിച്ചെവിടേക്കാ പോണേ നോക്കണം. ഇതിൽ നിന്ന് ഇപ്പോൾ നമ്മൾ എന്ത് പറയും? ആത്മാ ഈ ശരീരത്തെ വിട്ടു കഴിയുമ്പോ എന്താണാവണേ? ഈ ശരീരം തിരിച്ചെവിടെ പോകുന്നു? പഞ്ചഭൂതത്തിൽ ലയിക്കുന്നു. ഏത് തരത്തിലാണെങ്കിലും പഞ്ചഭൂതത്തിൽ ലയിക്കും. പഞ്ചഭൂതം എവിടെ പോകുന്നു? തിരിച്ച് നമ്മുടെ യാത്ര പുറകോട്ടെടുക്കുക. പഞ്ചഭൂതം, സ്ഥൂല പഞ്ചഭൂതത്തിലേക്ക്, അഗ്നി വായു ജലം, അങ്ങനെ സ്ഥൂല പഞ്ചഭൂതം. സ്ഥൂല പഞ്ചഭൂതം എവിടെ നിന്ന് വന്നു? തിരിച്ചു പോവുക. സൂക്ഷ്മ പഞ്ചഭൂതം. സൂക്ഷ്മ പഞ്ചഭൂതം എവിടെ നിന്ന് വന്നു? സാക്ഷാൽ ബ്രഹ്മത്തിൽ നിന്ന് വന്നു. അപ്പൊ അവസാനം എല്ലാം കൂടെ എന്തുണ്ട്? ബ്രഹ്മം മാത്രം. അപ്പൊ നമ്മുടെ ഈ ശരീരവും ബ്രഹ്മമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് മറ്റു ശരീരവും ബ്രഹ്മമാണ്. എല്ലാവരോടും പെരുമാറുമ്പോൾ എല്ലാത്തിനോടും
ഇടപഴകുമ്പോ, വ്യവഹാരം ചെയ്യുമ്പോ ബ്രഹ്മത്തോടാണ് വ്യവഹാരം ചെയ്യുന്നത് എന്ന് ഓർക്കണം എന്ന് കഴിഞ്ഞ ശ്ലോകങ്ങളിൽ പറഞ്ഞത്. ഇതുകൊണ്ടാണ് ഈ ഓർമ്മ നമ്മുടെ ഉള്ളിൽ അറിവായിട്ട് മാറട്ടെ, ഓർമ്മയല്ല, നമ്മുടെ ഉള്ളിൽ അറിവായിട്ട് വരട്ടെ. ഈ അറിവ് പ്രവർത്തിപഥത്തിലേക്കും വരാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇവിടെ നിർത്താം. എല്ലാവരുടെ പാദങ്ങളിലും നമസ്കാരം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഇത് തന്നെ പൂർണ്ണമത, ഇത് തന്നെയല്ലേ പറയുന്നത്, സെയിം. എല്ലാവർക്കും നമസ്കാരം. അടുത്ത ദിവസം വീണ്ടും കാണാം. സായിറാം. സായിറാം സാർ, താങ്ക് യു. സായിറാം. 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 സായിറാം.